ഏതായാലും നമുക്ക് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ ചില സുപ്രധാനമായ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും ഗൗരവത്തോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലം ഒന്ന് നേമമാണ്. നേമത്ത് BJPയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം എന്ന ആരോപണം വരുന്നു. CPM തിരുവനന്തപുരം ഇത്തരം ആരോപണം ഉന്നയിക്കുന്നു. റഹീമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. BJP വിരുദ്ധ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. കോൺഗ്രസ് BJP ഉന്നത ഒരു കൂടിയാലോചന ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നും റഹീം ആക്ഷേപിക്കുന്നു. നേമത്ത് കോൺഗ്രസ് BJPയെ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നേമത്തെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകൾ വിഭജിക്കാം, ഭിന്നിപ്പിച്ചു കളയാം എന്ന തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ നേതൃത്വം. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളാണെന്ന ഒരു വിവാദ പ്രസ്താവന നടത്തുകയാണ് പത്മജ വേണുഗോപാൽ. വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ സ്വപ്നം രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഒക്കെ വന്നിരുന്നു. അതിനോടായിരുന്നു പത്മജയുടെ ഒരു പ്രതികരണം. പറഞ്ഞു പറ്റിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരമെന്നും പത്മജ പറയുകയാണ്. സ്ത്രീകളെ ജയിക്കാൻ പോലും കോൺഗ്രസ് സമ്മതിക്കില്ല. സീനിയർ നേതാക്കൾക്ക് പോലും കോൺഗ്രസിൽ പുല്ലുവിലയാണ്. തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ജയിക്കാനാണെന്നും രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് താൻ ആലോചിക്കുന്നേ ഇല്ലെന്നും പത്മജ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളെന്ന് ആ രീതിയിലാണ് ഇപ്പോഴും പെണ്ണുങ്ങളെ ഒരാളവർ ജയിക്കാൻ സമ്മതിക്കില്ല. സീറ്റ് കൊടുക്കും. ഇപ്പോൾ ലതിക സുഭാഷിന് സീറ്റ് കൊടുത്തു. എവിടെ കൊടുത്തു? അച്യുതാനന്ദൻ സാറിനെതിരെ. ആരെങ്കിലും വിചാരിക്കും അവിടെ പോയിട്ട് ഒരു പെണ്ണ് ജയിക്കുന്നില്ല. കാരണം ആണുങ്ങൾക്ക് മത്സരിക്കാൻ ധൈര്യമില്ല അവിടെ. ആ പെണ്ണുങ്ങളെ അങ്ങോട്ട് നേർച്ചക്കോഴികളായിട്ട് അവിടെ ഇടും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കൊടുത്തു എന്ന് പോയി അവർ ജയിക്കും വേണ്ട. അതാണ് പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണം. രഞ്ജിത്ത് വിഷയത്തിലും ഇന്ന് വലിയ തർക്കങ്ങളുണ്ടായി. രഞ്ജിത്ത് വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചത് മുഖം നോക്കാതെയുള്ള നടപടിയാണെന്നാണ് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സുധീർ കരമനയുടെ നിലപാട്. ഇടതുപക്ഷം സ്ത്രീപക്ഷമാണ്. പരാതി വന്നപ്പോൾ നടപടിയെടുത്തു. പരാതി തെറ്റോ ശരിയോ എന്നത് വിശദമായ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുമെന്നും സുധീർ കരമന ന്യൂസ് 18 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അന്നു മുതൽ ഇന്ന് വരെ എല്ലാം സ്ത്രീപക്ഷത്താണ്. സ്ത്രീകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. IC എല്ലാം ഫോം ചെയ്തത് നമ്മുടെ സർക്കാരല്ല. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും പരാതികൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പരാതികളുള്ളത്. പരാതികൾ വരുമ്പോൾ പരാതികൾ സ്വീകരിക്കുന്നു. എന്ന് വെച്ച് പരാതികളെല്ലാം ശരിയാവണമെന്നോ തെറ്റാണെന്നോ എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ പോകുന്നു. അതാണ് സുധീർ കരമനയുടെ പ്രതികരണം. SDPI ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ സ്വീകരിക്കും, ഏത് പ്രാപിക്കും ഒരു ഭാവി ഉണ്ടെന്നും MA ബേബി പ്രതികരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള സംഘടനകൾ അവരവരുടേതായ കാരണങ്ങളാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു തരത്തിലും അവർക്ക് സ്വീകാര്യരല്ലാത്ത ചിലരെ പരാജയപ്പെടുത്തണം. ഇത്തരം സംഘടനകളുമായി സംസാരിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാക്കി അവരുടെ വോട്ടുകൾ നേടുക എന്നൊരു സമീപനമേ CPIMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അതോടൊപ്പം നമുക്ക് ഇന്ന് നടന്ന ഒരു സുപ്രധാനമായ ഒരു ഇലക്ഷൻ ട്വിസ്റ്റ് നോക്കാം. തൃശ്ശൂരിൽ തന്നെപ്പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ BJPക്ക് പ്രധാനമന്ത്രിയെ വന്നു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. നോക്കാം ഇന്നത്തെ ഇലക്ഷൻ ട്വിസ്റ്റ് എന്താണ്. എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്നെപ്പോലും ഒരു സ്ഥാനാർത്ഥിയെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി വരെ വന്നു എന്നുള്ളത് ഒരു ചലഞ്ചായിട്ടും അഭിമാനമായിട്ടും കണക്കാക്കാമല്ലോ. അദ്ദേഹം ഈ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ, ആ നിലയ്ക്ക് എൻ്റെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എനിക്കെതിരെ പ്രചരിപ്പിക്കാൻ അദ്ദേഹം വന്നു എന്നുള്ളത് ഞാനൊരു അഭിമാനമായിട്ട് എടുക്കുന്നു. എനിക്ക് ഡീൽ ഉണ്ടാക്കാനുള്ള ഒരു ശേഷിയില്ല. അതുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള ഡീലാണ്. അത് സ്നേഹത്തിൻ്റെ ഡീലാണ്, വിശ്വാസത്തിൻ്റെ ഡീലാണ്, ചേർത്ത് പിടിക്കലിൻ്റെ ഡീലാണ്. അതാണ് തന്നെ നേരിടാൻ പ്രധാനമന്ത്രിക്ക് വന്നു എന്നാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നത്. അത് അഭിമാനമായി കാണുന്നുവെന്നും തൃശ്ശൂരും തൻ്റെ ഒരു മത്സരം അത്ര കടുത്തതാണെന്നും ഒക്കെ അദ്ദേഹം പറയുകയാണ്. തൃശ്ശൂരിൽ ഡീലൊന്നുമില്ല, അവിടെ മനുഷ്യരായിട്ട് മാത്രമേ താൻ ഡീലുള്ളൂ എന്ന് പറയുകയാണ്. എന്തൊക്കെ വിവാദങ്ങളുണ്ടായാലും പ്രതിവാദങ്ങളും
ഒക്കെ ഉണ്ടായാലും വാഗ്ദാനങ്ങൾ വന്നാലും അതിനൊക്കെ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിൽ അവസാന വാക്ക് ജനങ്ങളുടേതാണ്. ഈ തെരഞ്ഞെടുപ്പും അതുതന്നെ ഈ നാടിന് ഒരു സന്ദേശമായി നൽകും. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.